ഹലോ കൂട്ടുകാരെ, അപ്പോൾ ടീച്ചർ ഇന്ന് വന്നിരിക്കുന്നത് പുതിയൊരു വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് സോഷ്യൽ ചേഞ്ച് ഇൻ റൂറൽ ആൻഡ് അർബൻ സൊസൈറ്റി. അപ്പോൾ സോഷ്യോളജിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ടോപ്പിക്കാണ് സോഷ്യൽ ചേഞ്ച് അഥവാ സാമൂഹിക മാറ്റം. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് എന്തൊക്കെ സാമൂഹിക മാറ്റങ്ങളാണ് റൂറൽ ആൻഡ് അർബൻ സൊസൈറ്റിയിൽ സംഭവിക്കുന്നത്, അതായത് ഗ്രാമീണ നഗര സമൂഹങ്ങളിലെ സാമൂഹിക മാറ്റമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഒട്ടും വൈകാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചർച്ച ചെയ്യുന്നത് എന്താണ് സോഷ്യൽ ചേഞ്ച് അഥവാ സാമൂഹിക മാറ്റം എന്നാണ്. സോഷ്യൽ ചേഞ്ച് റെഫേഴ്സ് ടു ദ ട്രാൻസ്ഫോർമേഷൻ ഓവർ ടൈം ഇൻ സൊസൈറ്റൽ നോംസ്, വാല്യൂസ്, സ്ട്രക്ചേഴ്സ് ആൻഡ് ബിഹേവിയേഴ്സ്. It is driven by factors like technology, economic shift, political movements, education, and cultural evolution. Social change can affect every aspect of society, including family, structures, power dynamics, and class systems. സാമൂഹിക മാറ്റം കാലക്രമേണ സാമൂഹിക മാനദണ്ഡങ്ങൾ, മൂല്യങ്ങൾ, ഘടനകൾ, പെരുമാറ്റങ്ങൾ എന്നിവയിൽ പരിവർത്തനം ഉണ്ടാകുന്നു. അതിനെയാണ് നമ്മൾ സാമൂഹിക മാറ്റം എന്ന് സൂചിപ്പിക്കുന്നത്. സാങ്കേതിക വിദ്യ, സാമ്പത്തിക മാറ്റങ്ങൾ, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, വിദ്യാഭ്യാസം, സാംസ്കാരിക പരിണാമം തുടങ്ങിയ ഘടകങ്ങളാണ് ഇതിനെ നയിക്കുന്നത്. കുടുംബ സംവിധാനങ്ങൾ, അധികാര സംവിധാനങ്ങൾ, വർഗ സംവിധാനങ്ങൾ എന്നിവയുൾപ്പെടെ സമൂഹത്തിൻ്റെ എല്ലാ വശങ്ങളും സാമൂഹിക മാറ്റം ബാധിക്കും. അപ്പോൾ നമുക്കറിയാം, നമ്മൾ പണ്ട് കാലത്ത് കണ്ടിരുന്ന ഒരു സൊസൈറ്റി അല്ലെങ്കിൽ സമൂഹമല്ല ഇന്നത്തെ കാലത്ത് കാണുന്നത് അല്ലേ. ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യയുടെ ട്രഡീഷൻ, കൾച്ചർ, അതിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതായത് നമ്മുടെ വെസ്റ്റേണൈസേഷൻ പോലുള്ള കാര്യങ്ങൾ, ഗ്ലോബലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഇൻഡസ്ട്രിയലൈസേഷൻ എന്നിങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ട് തന്നെ നമ്മുടെ സൊസൈറ്റിയിലെ ജനങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അവരുടെ മൂല്യങ്ങളിലാണെങ്കിലും തോട്ടിലാണെങ്കിലും അതായത് ചിന്തകളിലാണെങ്കിലും ഒക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പം അതിന് കാരണമായത് എന്തൊക്കെയാണ്? വിദ്യാഭ്യാസം, സാംസ്കാരിക പരിണാമം തുടങ്ങിയ ഘടകങ്ങളാണെന്നാണ് പറയുന്നത്. ഓക്കെ, അടുത്തതായി ചർച്ച ചെയ്യുന്നത് റൂറൽ സൊസൈറ്റി, അർബൻ സൊസൈറ്റി എന്നിവയിൽ സംഭവിച്ച സാമൂഹിക മാറ്റങ്ങളെ പറ്റിയാണ്. റൂറൽ എന്ന് പറഞ്ഞാൽ ഗ്രാമീണ പ്രദേശങ്ങളാണ്, അർബൻ എന്ന് പറഞ്ഞാൽ നഗരപ്രദേശങ്ങളാണ്. അപ്പോൾ അവിടെ എന്തൊക്കെ സാമൂഹിക മാറ്റങ്ങളാണ് സംഭവിച്ചതെന്ന് നമുക്ക് നോക്കാം. ഇൻ റൂറൽ സൊസൈറ്റി, നേച്ചർ ഓഫ് ചേഞ്ച്. സോഷ്യൽ ചേഞ്ച് ഇൻ റൂറൽ ഏരിയാസ് ടെൻഡ്സ് ടു ഒക്കർ മോർ സ്ലോലി കമ്പയർഡ് ടു അർബൻ ഏരിയാസ് ഡ്യൂ ടു ദ സ്ട്രോങ് അറ്റാച്ച്മെൻറ്റ്, ട്രഡീഷൻസ്, കസ്റ്റംസ് ആൻഡ് അഗേരിയൻ ലൈഫ് സ്റ്റൈൽ. അപ്പോൾ നമുക്കറിയാം എങ്ങനെയാണ് ഗ്രാമപ്രദേശങ്ങളിൽ സോഷ്യൽ ചേഞ്ച് വന്നത്. അപ്പോൾ പാരമ്പര്യങ്ങൾ, ആചാരങ്ങൾ, അതുപോലെ തന്നെ കാർഷിക ജീവിതശൈലി എന്നിവയുമായുള്ള ശക്തമായ അടുപ്പം കാരണം നഗരപ്രദേശങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഗ്രാമപ്രദേശങ്ങളിലെ സാമൂഹിക മാറ്റം വളരെ സാവധാനത്തിലാണ് സംഭവിക്കുന്നത്. അതായത് ഗ്രാമപ്രദേശങ്ങളിലെ ആളുകൾ പൊതുവേ അവരുടെ ട്രഡീഷൻസ് ഒക്കെ ഫോളോ ചെയ്യുന്ന വ്യക്തികളായിരിക്കും. അവരുടെ പ്രധാനപ്പെട്ട വരുമാന മാർഗം അഗ്രികൾച്ചറൊക്കെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ പാരമ്പര്യങ്ങൾ, ആചാരങ്ങൾ എന്നിവയൊക്കെ കാത്തു സൂക്ഷിക്കുന്നവരായതുകൊണ്ട് തന്നെ അവിടുത്തെ സാമൂഹിക മാറ്റം വളരെ പതുക്കെയാണ് സംഭവിക്കുന്നത്. അതായത് നഗരങ്ങളെ അപേക്ഷിച്ച് ഗ്രാമപ്രദേശങ്ങളിൽ സാമൂഹിക മാറ്റം വളരെ സ്ലോ ആയിട്ടാണ് നടക്കുന്നതെന്നാണ് പറയുന്നത്. ഡിസ്കസ് ചെയ്യുന്നത് എന്തൊക്കെ സ്വാധീനങ്ങളാണ്, അതായത് എന്തൊക്കെ ഇൻഫ്ലുവൻസസ് ആണ് ഗ്രാമപ്രദേശങ്ങളിലെ സാമൂഹിക മാറ്റങ്ങൾക്ക്, അതായത് സോഷ്യൽ ചേഞ്ചസിന് കാരണമാകുന്നതാണ്. ഒന്നാമത്തെ, അഗ്രികൾച്ചറൽ അഡ്വാൻസ്മെൻറ്റ്. മെക്കാനൈസേഷൻ ആൻഡ് മോഡേൺ ഫാമിംഗ് ടെക്നിക്സ് ഹാവ് reshaped rural labor, reducing the need for manual work and influencing migration to urban areas. ഇപ്പോൾ കാർഷിക മുന്നേറ്റങ്ങൾ, അതായത് യന്ത്രവൽക്കരണവും ആധുനിക കാർഷിക സാങ്കേതിക വിദ്യകളും ഗ്രാമീണ തൊഴിലാളികളെ കൽപ്പന ചെയ്യുകയും കൈകൊണ്ട് ജോലി ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത കുറയ്ക്കുകയും നഗരപ്രദേശങ്ങളിലേക്കുള്ള കുടിയേറ്റത്തെ സ്വാധീനിക്കുകയും ചെയ്തു. അതായത് കൃഷി ഇടങ്ങളിൽ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ, പണിയായുധങ്ങളൊക്കെ ആധുനിക തരത്തിലുള്ളത് ഉപയോഗിക്കാൻ തുടങ്ങിയതോടുകൂടി പണികളൊക്കെ പെട്ടെന്ന് തീർക്കാൻ സാധിക്കുന്നു. അതായത് കൈകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ, ഇപ്പോൾ നെല്ല് കൊയ്യുന്നു, വിതയ്ക്കുന്നു, അതൊക്കെ നമുക്ക് ഈ യന്ത്രങ്ങളിലൂടെ ഇപ്പോൾ ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ നിലം ഉഴുന്നതൊക്കെ. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഗ്രാമപ്രദേശത്തുള്ള ആളുകൾ മോഡേണായ മെഷീനുകളെയൊക്കെ ആശ്രയിക്കാൻ തുടങ്ങി. അതൊരു സാമൂഹിക മാറ്റത്തിന് കാരണമായ ഒരു ഉദാഹരണം മാത്രമാണ്. രണ്ടാമത്, എഡ്യൂക്കേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ. ഇംപ്രൂവ്ഡ് ആക്സസ് ടു എഡ്യൂക്കേഷൻ ആൻഡ് മാസ് മീഡിയ ഹാസ് ഇൻട്രൊഡ്യൂസ്ഡ് റൂറൽ സൊസൈറ്റി ടു മോഡേൺ വാല്യൂസ്, ചലഞ്ചിങ് ട്രഡീഷണൽ സ്ട്രക്ചേഴ്സ്. ഇപ്പോൾ വിദ്യാഭ്യാസവും ആശയവിനിമയവും, വിദ്യാഭ്യാസത്തിലേക്കും
ബഹുജന മാധ്യമങ്ങളിലേക്കും മെച്ചപ്പെട്ട പ്രവേശനം, പരമ്പരാഗത ഘടനകളെ വെല്ലുവിളിക്കുന്ന ആധുനിക മൂല്യങ്ങളിലേക്ക് ഗ്രാമീണ സമൂഹങ്ങളെ പരിചയപ്പെടുത്തി. അതായത് അവർക്ക് കുറേ ആൾക്കാർ, ഗ്രാമങ്ങളിലുള്ള ആളുകൾ നഗരങ്ങളിൽ പോയി വിദ്യാഭ്യാസം ചെയ്യുകയും അതുകൊണ്ട് തന്നെ ആശയവിനിമയം, അല്ലേ, നമുക്ക് മോഡേൺ ടെക്നോളജി, മൊബൈൽ ഫോൺസ്, സോഷ്യൽ മീഡിയാസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതും ഗ്രാമപ്രദേശങ്ങളിൽ ജനങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങുകയും അവർക്കും അതിൻ്റേതായ മാറ്റങ്ങൾ, അതായത് പാരമ്പര്യത്തെ മാത്രം മുറുകെ പിടിച്ച് ജീവിക്കുന്ന ഒരു മൂല്യത്തിൽ നിന്നും ആധുനിക മൂല്യങ്ങളിലേക്ക് അവിടെയുള്ള ജനങ്ങളും മാറാൻ തുടങ്ങി. പിന്നെയുള്ളത് മൈഗ്രേഷനാണ്. യങ് പീപ്പിൾ ഓഫൺ മൈഗ്രേറ്റ് ടു സിറ്റീസ് ഇൻ സെർച്ച് ഓഫ് ബെറ്റർ എക്കണോമിക് ഓപ്പർച്യൂണിറ്റീസ് റിസൾട്ടിംഗ് ഇൻ ഡീപോപ്പുലേഷൻ ആൻഡ് ചേഞ്ചസ് ഇൻ റൂറൽ ഫാമിലി സ്ട്രക്ചേഴ്സ്. കുടിയേറ്റം. അപ്പോൾ നമുക്കറിയാം, മെച്ചപ്പെട്ട സാമ്പത്തിക അവസരങ്ങൾ തേടി ചെറുപ്പക്കാർ, അതായത് ഗ്രാമപ്രദേശങ്ങളിലെ ചെറുപ്പക്കാർ പലപ്പോഴും നഗരങ്ങളിലേക്ക് കുടിയേറുന്നു. ഇത് ജനസംഖ്യ കുറയുന്നതിനും ഗ്രാമീണ കുടുംബ ഘടനകളിൽ മാറ്റങ്ങൾ വരുത്തുന്നതിനും കാരണമാകുന്നു. അതായത് അവർ നഗരപ്രദേശങ്ങളിൽ പോയി ജോലി ചെയ്യുകയും നല്ല വേതനം സമ്പാദിക്കുകയും അതായത് നല്ല സാലറിയൊക്കെയുള്ള ജോലി അവർ തേടി പോവുകയും അവർ തിരിച്ചു വരുമ്പോൾ അവിടെയുള്ള മൂല്യങ്ങളും കൊണ്ട് ഗ്രാമപ്രദേശങ്ങളിലേക്ക് വരികയും അങ്ങനെ അവിടെയുള്ള കുടുംബങ്ങളിൽ ഒരുപാട് മാറ്റങ്ങൾ വരികയും ചെയ്തു. സാമ്പത്തികം ഒന്നാമത് കൂടുന്നു, അതോടൊപ്പം ഗ്രാമപ്രദേശങ്ങളിലെ ജനസംഖ്യ കുറയുകയും ചെയ്യും. അപ്പോൾ ഇതേ ചെറുപ്പക്കാർ തന്നെ അവരുടെ ഫാമിലിയിലെ ഇപ്പോൾ വൈഫും കുട്ടികളെയൊക്കെ അവർ നഗരങ്ങളിലേക്ക് കൊണ്ടുപോയി താമസിപ്പിക്കും. അപ്പോൾ അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇത് മാത്രമല്ല, ജോലിക്കായി മാത്രമല്ല, വിദ്യാഭ്യാസത്തിന് വേണ്ടി, അതായത് ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ ഗ്രാമപ്രദേശങ്ങളിൽ കുറവായിരിക്കും. അപ്പം നല്ല നല്ല വിദ്യാഭ്യാസത്തിന് വേണ്ടിയും ചെറുപ്പക്കാർ നഗരങ്ങളിലേക്ക് കുടിയേറാറുണ്ട്. അതും അവരുടെ സാമൂഹിക മാറ്റത്തിന് കാരണമായിട്ടുണ്ട്. അതായി ഗവൺമെൻറ് പോളിസീസ്, ലാൻഡ് റീഫോംസ്, അഗ്രികൾച്ചറൽ സബ്സിഡീസ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്റ്റ് പ്ലേ എ സിഗ്നിഫിക്കൻറ്റ് റോൾ ഇൻ റീഷേപ്പിംഗ് റൂറൽ ലൈവ്ലിഹുഡ്. സർക്കാർ നയങ്ങൾ, ഭൂപരിഷ്കരണം, കാർഷിക സബ്സിഡി, അടിസ്ഥാന സൗകര്യ പദ്ധതികൾ എന്നിവ ഗ്രാമീണ ഉപജീവന മാർഗം പുനർനിർമ്മിക്കുവാൻ പ്രധാന പങ്ക് വഹിക്കുന്നു. ഇത്രയും നേരം ഡിസ്കസ് ചെയ്തത് ഗ്രാമപ്രദേശങ്ങളിലെ സോഷ്യൽ ചേഞ്ച്, അതായത് സാമൂഹിക മാറ്റങ്ങൾക്ക് കാരണമാകുന്ന ഘടകങ്ങളെക്കുറിച്ചാണ്. ഇനി നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് നഗരപ്രദേശങ്ങൾ, അതായത് അർബൻ സൊസൈറ്റിയിൽ ഉണ്ടാകുന്ന സാമൂഹിക മാറ്റങ്ങളെ പറ്റിയാണ്. അതിന് കാരണമാകുന്ന ഘടകങ്ങളെ പറ്റി നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇൻ urban societies experiences rapid social change driven by technology, industrialization and globalization. Change is visible in work environments, lifestyle and social interactions. അപ്പോൾ നമുക്കറിയാം, ഗ്രാമപ്രദേശങ്ങളേക്കാൾ പെട്ടെന്ന് തന്നെ സോഷ്യൽ ചേഞ്ച് പ്രകടമാകുന്ന നഗരങ്ങളിലാണ്. കാരണം അവിടെ സാങ്കേതിക വിദ്യ, ടെക്നോളജിയുടെ ഇൻഫ്ലുവൻസ് ധാരാളമുണ്ട്. വ്യവസായവൽക്കരണം, ഇൻഡസ്ട്രിയലൈസേഷൻ, ഗ്ലോബലൈസേഷൻ, ആഗോളവൽക്കരണം എന്നിവയാൽ നയിക്കപ്പെടുന്ന നഗരസമൂഹത്തിൽ ദ്രുതഗതിയിലുള്ള സാമൂഹിക മാറ്റം സംഭവിക്കുന്നു. തൊഴിൽ സാഹചര്യങ്ങളിലും ജീവിതശൈലികളിലും സാമൂഹിക ഇടപെടലുകളിലും മാറ്റം ദൃശ്യമാണ്. ടീച്ചർ ഡിസ്കസ് ചെയ്യുന്നത് ഇൻഫ്ലുവൻസസ്, അതായത് സ്വാധീന ഘടകങ്ങൾ. എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ടാണ് നഗരങ്ങളിൽ സോഷ്യൽ ചേഞ്ച് വളരെ പെട്ടെന്ന് നടക്കുന്നത്? ഒന്ന്, ഇൻഡസ്ട്രിയലൈസേഷൻ ആൻഡ് ടെക്നോളജി. ദീസ് ഡ്രൈവ് അർബനൈസേഷൻ, ക്രിയേറ്റ് എ ന്യൂ ജോബ്, ഇൻക്രീസിംഗ് പോപ്പുലേഷൻ ഡെൻസിറ്റി ആൻഡ് ഓൾട്ടറിംഗ് ദ ഫാബ്രിക് ഓഫ് അർബൻ ലൈഫ്. വ്യവസായവൽക്കരണവും സാങ്കേതിക വിദ്യയും ഇവ നഗരവൽക്കരണത്തിനും പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും ജനസാന്ദ്രത വർദ്ധിപ്പിക്കുന്നതിനും നഗരജീവിതത്തിൻ്റെ ഘടനയിൽ മാറ്റം വരുത്തുന്നതിനും കാരണമാകുന്നു. രണ്ടാമത്തെ കാര്യം, കൾച്ചറൽ ഡൈവേഴ്സിറ്റി. സിറ്റീസ് അട്രാക്ട് ഡൈവേഴ്സ് പോപ്പുലേഷൻസ് ലീഡിംഗ് ടു കൾച്ചറൽ മിക്സിംഗ്, ഇന്നൊവേഷൻ ആൻഡ് സോഷ്യൽ മൊബിലിറ്റി. അപ്പോൾ സാംസ്കാരിക വൈവിധ്യം, അതായത് നഗരപ്രദേശങ്ങളിൽ ഒരുപാട് ആളുകൾ ജീവിക്കുന്നു. അതായത് ഗ്രാമങ്ങളിൽ നിന്ന് പോലും ജനങ്ങൾ നഗരങ്ങളിലേക്ക് എത്തുന്നു ജോലി തേടിയും അതുപോലെ വിദ്യാഭ്യാസമൊക്കെ ചെയ്യാനായിട്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ സാംസ്കാരിക മിശ്രിതം, അതായത് ഒരുപാട് കൾച്ചറൽ ഡൈവേഴ്സിറ്റി കാണപ്പെടുന്നു. പുതുമ, സാമൂഹിക ചലനാത്മകത എന്നിവയിലേക്ക് ഇത് നയിക്കുന്നു. അപ്പോൾ നമുക്കറിയാം, കൾച്ചറൽ ഡൈവേഴ്സിറ്റി ഉള്ളതുകൊണ്ട് തന്നെ ഇറ്റ് ലീഡിങ് ടു കൾച്ചറൽ മിക്സിംഗ്, ഇന്നോവേഷൻ ആൻഡ് സോഷ്യൽ മൊബിലിറ്റി. രണ്ടാമത്തേത് കൺസ്യൂമറിസം ആൻഡ് ഗ്ലോബലൈസേഷൻ. Economic liberalization and globalization have accelerated changes in urban culture, influencing consumer behavior and social values. ഉപഭോക്തൃവാദവും ആഗോളവൽക്കരണവും. സാമ്പത്തിക ഉദാരവൽക്കരണവും ആഗോളവൽക്കരണവും നഗര സാംസ്കാരിക തലത്തിലെ മാറ്റങ്ങളെ ത്വരിതപ്പെടുത്തുകയും ഉപഭോക്തൃ പെരുമാറ്റത്തെ സാമൂഹിക മൂല്യങ്ങളെയും സ്വാധീനിക്കുകയും ചെയ്തു. അടുത്തത് പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യൽ മൂവ്മെൻറ്റ്സ്, അതായത് രാഷ്ട്രീയവും സാമൂഹികവുമായ പ്രസ്ഥാനങ്ങൾ. Urban centers are often the hubs of social movements advocating for right, equality and reform.
അതായത് അവകാശങ്ങൾ, സമത്വം, പരിഷ്കരണം എന്നിവയ്ക്കായി വാദിക്കുന്ന സാമൂഹിക പ്രസ്ഥാനങ്ങളുടെ കേന്ദ്രമാണ് നഗരകേന്ദ്രങ്ങൾ. അതുകൊണ്ട് തന്നെ സോഷ്യൽ ചേഞ്ച് വളരെ പെട്ടെന്ന് തന്നെ നഗരങ്ങളിൽ പ്രകടമാകുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് സോഷ്യൽ ചേഞ്ചിനെ പറ്റി, അതായത് അർബൻ സൊസൈറ്റിയിലും റൂറൽ സൊസൈറ്റിയിലും സംഭവിക്കുന്ന സാമൂഹിക മാറ്റങ്ങളും അവയുടെ പ്രധാനപ്പെട്ട ഘടകങ്ങളുമാണ് ടീച്ചർ ഇന്ന് ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ഇനിയും ഇത്തരത്തിലുള്ള വീഡിയോകൾ കാണണമെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ വീണ്ടും പുതിയ വീഡിയോയുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ.